ലിക്കോവ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി കോര. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏവർക്കും വളരെ പ്രയോജനകരമായ ഒരു ഐറ്റമാണ്. എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടാലോ? നമ്മുടെ കേരളത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഫലവൃക്ഷമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഓമയെന്ന് പറയും. പല നാടുകളിൽ കപ്പളങ്ങ എന്ന് പറയുന്നവരുണ്ട്, പപ്പായ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഓമയെന്നാണ് പറയുന്നത്. ഓമയ്ക്ക എങ്ങനെ താഴെ വീഴാതെ നമുക്ക് എങ്ങനെ പറിച്ചെടുക്കാമെന്നുള്ള ഒരു വിദ്യയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണിച്ചു തരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? നിങ്ങൾ നോക്കുന്നുണ്ടാവും ഇതെന്താണെന്ന്. ഇതാണ് മുള. മുളയാണ് നമുക്ക് വേണ്ടത്. ഒരു ചെറിയൊരു പീസ് നമ്മൾ മുളയെടുക്കുക. മുളയുടെ മേൽഭാഗം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ, ചെറിയ ചെറിയ പീസുകളായിട്ടതിനെ പൊളന്ന് കൊടുക്കുക. പൊളന്ന് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ചിരട്ട ഇതിനകത്തൂടെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഭാഗവും കെട്ടിക്കൊടുക്കുക, ഈ ഭാഗവും കെട്ടിക്കൊടുക്കുക. നമ്മുടെ ഓമയ്ക്ക പറിക്കാനുള്ള ഉപകരണം റെഡിയാണ്. ഇത് ഇനിയും നമ്മൾ ഓമയ്ക്ക എങ്ങനെ പറിക്കാമെന്ന് കാണിക്കാനാണ് പോകുന്നത്. എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ്, എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിത് പറിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ സഹായിയായ മണിയാണ് ഇത് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഓമയ്ക്ക പറിക്കാൻ പോവുകയാണ്. നോക്കിക്കോ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഓമയ്ക്കായിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഓമയ്ക്ക നോക്കുക, എന്ത് ഈസി ആയിട്ട് നമുക്ക് ഓമയ്ക്ക പറിക്കാൻ പറ്റി. നേരം താഴെ വീഴാതെ തന്നെ നമുക്ക് നമ്മുടെ ഓമയ്ക്ക എടുക്കാൻ പറ്റും. എല്ലാവരുടെയും വീടുകളിൽ മുളയുള്ളവരായിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും മേടിച്ച് ഇതുപോലെ ഉണ്ടാക്കി ഈ ഉപകരണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓമയ്ക്ക താഴെ വീഴാതെ നല്ല സൂപ്പറായിട്ട് പറിക്കാൻ പറ്റും. അന്നേരം എല്ലാവരും കണ്ടല്ലോ ഓമയ്ക്ക എത്ര ഈസി ആയിട്ട് നമുക്ക് പറിക്കാൻ പറ്റി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.